ഇനി മുതൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ഒന്നും ഞാൻ വരുന്നില്ല. അവരെന്നെ അത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഒരക്ഷരം പറയല്ലേ. ഇടി കല്യാണം കഴിഞ്ഞവരോട് വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചില്ലെങ്കിൽ കുടുംബക്കാർക്ക് ആർക്കും ഉറക്കം വരത്തില്ല എന്നും പറഞ്ഞ് അവരോട് ചെന്ന് ഉടക്കാൻ പറ്റൂ? അവരുടെ മോക്ക് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് മുന്നേ കൊച്ചായെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ചെയ്യണോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കുന്നതിന് മിനിമം 1 വർഷം വേണം. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുണ്ടാവുന്ന വലിയ എന്താ അച്ചീവ്മെന്റ് എന്ന് അവരുടെയൊക്കെ വിചാരം. എടി അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. നിന്നെ പോലെ കരിയർ സെറ്റായിട്ട് മാത്രം കുഞ്ഞുങ്ങൾ മതിയെന്നൊന്നും ആരും ചിന്തിക്കണമെന്നില്ല. അല്ലെങ്കിൽ അവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവരം വേണം. എൻ്റെ വീട്ടുകാരെന്നെ ലോൺ എടുത്ത് പഠിപ്പിച്ചതേ ഞാൻ നല്ലൊരു നിലയിൽ എത്താൻ വേണ്ടിയിട്ടാ. അല്ലാതെ ഈ പറയുന്ന ടീംസിനെ പോലെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ പൊന്നാരിയ നീ ആ വിഷയം വിടും. എന്തായിരുന്നാലും നമുക്ക് 3 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. പിന്നെ ചോദിക്കാൻ വരുന്നവരടുത്ത് പോകാൻ പറ. ബാക്കിയുള്ള ഞാൻ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. വർക്കിൻ്റെ പ്രോഗ്രസ് നീ കമ്പനിയിലൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണേ. ഞാൻ 2 ദിവസം കാണത്തില്ല കേട്ടോ. എന്തു പറ്റി? വേറെന്തുവാടാ, വൈഫിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകണം. അല്ല ഇപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർമാരെന്ത് പറയാനാടാ, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും, ഉറപ്പായും കുഞ്ഞുണ്ടാവുന്ന ഡോക്ടർ പറയുന്നത്. കഴിഞ്ഞ 7 കൊല്ലത്തിനിടയ്ക്ക് ലാപ്രോസ്കോപ്പിക് സർജറി, IUI, 3 IVF, എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടോ അതെല്ലാം ചെയ്യും. പക്ഷേ കുഞ്ഞുണ്ടാവാത്ത എന്താണെന്ന് മാത്രം ഡോക്ടർമാർ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി എനിക്ക് അവൾക്ക് മടുത്തറ. പക്ഷെ കുഞ്ഞിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചേട്ടാ എല്ലാം ശരിയാവും. എടാ എല്ലാ മാസവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടാതിരിക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. വൈഫിന് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു വേണമെന്നായിരുന്നു. ഞാൻ 3 വർഷം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. എന്നിട്ടിപ്പോൾ വേണമെന്ന് വിചാരിച്ചപ്പോൾ എടാ നിങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലേ അത് ഡിലേ ആക്കരുതെന്ന് ഞാൻ പറയും. പോട്ടടാ. ജെറം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ? അവിടുന്ന് ഓഫർ ലെറ്റർ അയച്ചിരിക്കുക. ഒക്ടോബർ 1st വീക്ക് ജോയിൻ ചെയ്യണം. ആഹാ കൺഗ്രാറ്റ്സ്. എന്താ പോസ്റ്റ്? ജൂനിയർ ഡെവലപ്പർ എന്നാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി 30,000. പിന്നെ US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഓൺസൈറ്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നാലും താൻ 1 വർഷം കഷ്ടപ്പെട്ട് കോഡിംഗ് പഠിച്ചത് വെറുതെ അല്ല. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് ജോലി നൈറ്റ് ഷിഫ്റ്റാ. നൈറ്റ് ഷിഫ്റ്റാ? നിങ്ങളുടെ ഉദ്ദേശം എന്തോന്നാണ്? ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായി. അല്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്നാണോ? അമ്മ അവൾ ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിയ ജോലിയാണ്. ഇനി എന്ത് മലമറിച്ച് കിട്ടിയ ജോലിയായാലും നമുക്കത് വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിട്ട് തന്നെ ഒന്നും നടക്കണില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ നൈറ്റ് ഷിഫ്റ്റും കൂടി പോയാലേ നന്നായിരിക്കും. എടാ, അരുണും ശ്രീദർശും നിന്നെക്കാളും ഇളയതല്ലേ? അവരുടെ പിള്ളേർ സ്കൂളിൽ പോകാറായി. എല്ലാത്തിനും അതിനായിട്ടൊരു സമയമുണ്ട്. അല്ലാതെ ഭാര്യയുടെ താളത്തിനൊരു തുള്ളയല്ല വേണ്ടത്. ഇനി നിങ്ങളുടെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലിക്ക് പോകും. ഇടി നിന്നോട് ഞാൻ ജോലിക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്. അമ്മ പറഞ്ഞാലും കാര്യമില്ലേ? നമ്മൾ രണ്ടുപേരും 2 ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തമ്മിലൊന്ന് കാണാൻ പോലും പറ്റില്ല. ഇവിടെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി 2 സ്ഥലത്തൊക്കെ നിൽക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ശനി ഞായർ ഓഫല്ലേ, അപ്പോൾ തമ്മിൽ കാണാം. എടി എൻ്റെ അമ്മയ്ക്ക് നീ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ നമുക്ക് കുഞ്ഞുണ്ടാവാൻ താമസിക്കുന്നതിൻ്റെ ടെൻഷൻ കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതേതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കുഞ്ഞുണ്ടാവുന്ന കാര്യം വച്ച് താമസിപ്പിക്കണ്ട. ജയറാം ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ജോലിക്ക് പോലും ജോയിൻ ചെയ്തിട്ടില്ല.
അതിനിടയ്ക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ എടി പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ്? ജോലി കിട്ടിയിട്ട് മതി കുഞ്ഞെന്ന് പറഞ്ഞിട്ടാ നമ്മൾ 3 വർഷം വെയിറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആയ വീണ്ടും എന്റെ കരിയറിൽ ബ്രേക്ക് ആവില്ലേ? മിനിമം 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് മതി പ്രഗ്നൻസി. ഇനിയും 2 വർഷം? ഇടി നീ എന്തോന്ന് വിചാരിച്ചു വെച്ചിരിക്കണത്? നമ്മൾ വിചാരിച്ച ഉടനെ കൊച്ചിങ് വരുമെന്നാ? ഇടി ഒരു പ്രായം കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് വല്ല പിടിയുണ്ടോ നിനക്ക്? അതിന് നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇവിടെ ഓരോരുത്തരും 35-40 വയസ്സിലൊക്കെ പ്രഗ്നന്റ് ആവുന്നത്. ജെറം എന്തായാലും ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിക്കണ്ട. എടാ, അവൾ നൈറ്റ് ഷിഫ്റ്റ് പോണ കാര്യം അവരുടെ വീട്ടുകാർക്ക് അറിയാമല്ലോ. അവർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലേ? അമ്മ, അവരും ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞങ്ങൾ തമ്മിൽ എപ്പോൾ ഈ കാര്യം സംസാരിച്ചിരുന്നാലും അപ്പം അടിയാവും. നീ സംസാരിച്ചേക്ക മതി. ഇനി അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ഞാൻ അങ്ങോട്ട് വരാം. ജെറം, ഞാൻ ഡിന്നർ ടേബിളിൽ വെച്ചിട്ടുണ്ടേ. ഇപ്പൊ തന്നെ ലേറ്റായി. ജയറാമിന്റെ അമ്മ പറഞ്ഞാലും പിന്നെ കാര്യമില്ലേ? നീ ആദ്യം നിന്റെ വാശിയൊന്നും നിർത്തി. ഞാൻ കൊച്ചിലുണ്ടാക്കി വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സമാനാവോ? എൻ്റെ കാര്യമൊന്നും ആർക്കും അറിയണ്ടേ? അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോൾ ഓഫീസിലാണ്. എടി, എന്ത് പറ്റി? എടി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് പ്രഗ്നൻ്റ് ആയാൽ മതി. ഇതിൻ്റെ പേരിൽ ഓരോ സംസാരമായിട്ട് ജെറാം എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് തന്നെ 2 ആഴ്ചയായി. എടി, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമ്മളല്ലേ അമ്മയാവുന്നത്. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണോ ഓക്കെ ആണോ എന്ന് ഇവിടെ ആർക്കും അറിയണ്ട. അവർക്ക് ചുമ്മാ ഇങ്ങനെ പ്രഷർ ചെയ്താൽ മാത്രം മതിയല്ലോ. ആര്യ, നീ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നിനക്കിപ്പോൾ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ മിനിമം 2-3 കൊല്ലം അതിൻ്റെ പിറകെ പോവും. ആദ്യം കരിയർ സെറ്റാക്കി ഫിനാൻഷ്യലി ഒന്ന് സെക്യൂറായിട്ട് വേണം ഇതുപോലുള്ള ഡിസിഷൻസ് എടുക്കാൻ. അതാകുമ്പോൾ മാരേജ് ലൈഫിൽ നീ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് സ്വന്തം കാലം നിൽക്കാമല്ലോ. ഈ പ്രായം അവർ പറയുന്ന പോട്ടേന്ന് വയ്ക്കുക. ഈ ജയറാം എന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ആണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കൊച്ചു വന്നാലും അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. കൊച്ചിനെ നോക്കാനും 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുന്നതൊക്കെ നമ്മളല്ലേ. അതുമല്ല, ഓരോ പ്രഗ്നൻസി കഴിയുമ്പോഴും നമ്മുടെ കരിയറാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ ഡിസിഷനിൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. അമ്മ ഇപ്പോൾ വന്നു. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. അവിടെ ഇരിക്കും. മോളെ, ഞാൻ നിൻ്റെ അമ്മയും പിന്നെയും കുഞ്ഞിൻ്റെ കാര്യം പറയണത് മോൾക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. നീ ഈ ജോലിക്ക് പോണതിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കണം തന്നെ അമ്മയുടെ അഭിപ്രായം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ട് ഒരു കുഞ്ഞ് മതിയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല മോളെ. മോക്കറിയായിരിക്കും, ഇവൻ്റെ ചേച്ചി ജനിച്ചപ്പം ഞങ്ങൾ ഒറ്റമുറി വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് ഇവൻ്റെ അച്ഛൻ ഒരു കടയിൽ ദിവസക്കൂലിക്കാണ് ജോലിക്ക് പോയിരുന്നത്. അവിടെ നിന്ന് 2 പിള്ളേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് 2 വീടും വെച്ച് ഈ നിലയ്ക്ക് എത്തിയില്ലേ. എല്ലാം താനേ നടക്കും മോളെ. ഇപ്പം തന്നെ ഇവന് വയസ്സ് 34. ഇനി ഒരു കുഞ്ഞുണ്ടായി
അതിനെ വളർത്തി ഒരു നിലയ്ക്ക് എത്തിക്കുന്നത് വരെയെങ്കിലും നമുക്ക് ആരോഗ്യം വേണ്ടേ? ഒരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ ജോലിക്ക് പോയാലും അതിനെ നോക്കാനുള്ള ആരോഗ്യം ഇപ്പം ഞങ്ങൾക്കുണ്ട്. അമ്മ പറയാനുള്ളത് പറഞ്ഞു മോളെ. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഞാൻ പോട്ടെടാ. ശരി. അമ്മ എന്തെങ്കിലും കുടിച്ചിട്ട്? വേണ്ട മോളെ, ഇനി ഒരു ദിവസമായിട്ട്. ആര്യ, ഇനി ഏതായാലും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നിന്നെ പ്രഷർ ചെയ്യില്ല. നീ എപ്പോൾ ഓക്കെ ആണോ അപ്പം മതി. പക്ഷെ ഡിലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യാം. ഡോക്ടർ എന്തിനാ? നമ്മൾ ഇതുവരെയും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ പോലും ചെയ്തിട്ടില്ല. പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാം. എനിക്ക് നിങ്ങളുടെ കൺസേണിനെ കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ പല കപ്പിൾസും അവരുടെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും കരിയറിന് വേണ്ടിയിട്ടൊക്കെ പ്രഗ്നൻസി ഡിലേ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സും അറിഞ്ഞിരിക്കണം. കാരണം ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമ്മുടെ ഫെർട്ടിലിറ്റി ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ലേറ്റ് 20s വരെയൊക്കെ വലിയ കുഴപ്പമില്ല. അത് തന്നെ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഇത് തന്നെ 35-40 വയസ്സായി കഴിഞ്ഞാൽ ഷാർപ്പ് ഡിക്ലൈൻ ആയിരിക്കും. ഈ സമയത്ത് പ്രഗ്നൻസിയിൽ മിസ്കാരേജ് സംഭവിക്കാം, ജനിക്കുന്ന കുഞ്ഞിന് ജെനറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഇതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും 35-40 വയസ്സാകുമ്പോൾ നമ്മുടെ സ്പേം ക്വാളിറ്റി ഡിക്ലൈൻ ആവാൻ തുടങ്ങും. ഇപ്പോൾ പലരും അവരുടെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് 30 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ പ്രഗ്നൻസിയും കൂടെ വെച്ച് ഡിലേ ആക്കി കഴിഞ്ഞാൽ ഈ ഇൻഫെർട്ടിലിറ്റി റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ആര്യയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ. ഇനി അതല്ല പ്രഗ്നൻസി ഡിലേ ചെയ്യിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും ഫെർട്ടിലിറ്റി ടെസ്റ്റും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ആസ് എ ഡോക്ടർ എനിക്കിതൊക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. പിന്നെ ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നൊരു ബ്യൂട്ടിഫുൾ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പൂർണ്ണ സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. പ്രഗ്നൻസിയെ ചൊല്ലി പല കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഭാര്യയുടെ കൺസേൺസ് ഭർത്താവും ഭർത്താവിൻ്റെ കൺസേൺസ് ഭാര്യയും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായ ശരികളുണ്ട്. ഇന്നത്തെ കാലത്ത് ലേറ്റ് മാരേജുകളും കരിയറിന് വേണ്ടി പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നതൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ ഓരോ കപ്പിൾസും ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ആസ് എ കപ്പിൾ നന്നായി ചിന്തിച്ച് നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായൊരു തീരുമാനം നിങ്ങളെടുക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കരിയറിന് വേണ്ടി പ്രഗ്നൻസി ഡിലേ ചെയ്യിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ഓരോ കപ്പിൾസും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് ഫാമിലി ഓരോ ദിവസവും വളരുകയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും 5 ലക്ഷം മെമ്പേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ജേർണിയിൽ നമ്മളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നമ്മുടെ ഫാമിലി വളരാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്നു.